ശബരിമല എന്ന് കേൾക്കുമ്പോൾ നിലയ്ക്കൽ നിന്ന് പോയി പമ്പാതീർത്ഥത്തിലിറങ്ങി മല കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഒരു ക്ഷേത്രം മാത്രമാണ് ധരിച്ചളയത്. കാലഭൈരവർ ഈ കാലഭൈരവർ ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. ബി സി 500-ാം ആണ്ടിനടുത്ത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിന് ചുറ്റുള്ള പ്രദേശങ്ങളിലും വലിയൊരു സംസ്കാരം ഉദയം ചെയ്തു. ഒരു കാവ് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ക്ഷേത്രങ്ങൾക്ക് 4 ലെവലിലാണ് ക്ഷേത്രമാവുന്നത്. ആദ്യം ഉണ്ടാകുന്ന ഒരു കാവാണ്. കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ മഹാക്ഷേത്രമായി പണിക്കപ്പെടുകയാണ്. കൊറ്റരവൈ എന്ന് പറയുന്ന ദേവത, ആ ദേവത അവിടുത്തെ പ്രധാന ആരാധനാ ഭാഗമായിരുന്നു. ആ ദേവതയാണ് മളയപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഈ മലയാളത്തിൽ ഈ ശാസ്തൻ എന്ന് പറയുന്ന വാക്ക് ചാത്തൻ എന്നാക്കി മാറ്റിക്കളഞ്ഞു. 19-20 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ വേദപുസ്തകത്തിലെ സാത്താനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഈ 18 ജനവിഭാഗങ്ങളാണ് ശബരിമല വനഭൂമിയിലും ചുറ്റുമായി താമസിക്കുന്നത്. അത് ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടൽ തൊട്ട് ഓസ്ട്രിയ തൊട്ട് ഗംഗാനദി തീരം തൊട്ട് അങ്ങ് ഓസ്ട്രേലിയയും ബർമയും വിയറ്റ്നാമും വരെ പരന്നു കിടക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ക്രോസ് സാമ്പിളാണ് ശബരിമല ജനവിഭാഗം, ഒറിജിനൽ ജനവിഭാഗം. അത് ആദിവാസികളാണ്, കാടന്മാരാണ്, അപരിഷ്കൃതരായ ജനവിഭാഗമാണ്, അബോറിജിൻസ് ആണെന്നൊക്കെ നമ്മൾ പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ലേഖനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അവർ വെറും കാടന്മാരോ സംസ്കാരമില്ലാത്ത അബോറിജിൻസോ അല്ല. 14,000 കൊല്ലത്തെ വലിയ സംസ്കാര പാരമ്പര്യമുള്ള ജനവിഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ശബരിമല മേഖലയിൽ താമസിക്കുന്ന 18 ആദിവാസി ഗോത്രങ്ങൾ. അത് മനസ്സിലാക്കിയിട്ട് വേണം ആ സ്ഥലത്തെപ്പറ്റി പഠിക്കാൻ. ഇനി ആ സ്ഥലത്തെപ്പറ്റി പഠിക്കുമ്പോൾ ആ സ്ഥലം 6500 ചതുരശ്ര കിലോമീറ്ററിൽ പരന്ന് കിടക്കുകയാണ്. 2-2.5 ജില്ലകൾ നിറഞ്ഞ് കിടക്കുകയാണ്. അവിടെ മലമ്പ്രദേശമാണ്. അതുകൊണ്ട് 18 മലകളുടെ ഒരു താഴ്വാരത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ശബരിമല കിടക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 18 ഗിരിശൃംഗങ്ങൾ? അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് പൊന്നമ്പലമേടാണ്, നമ്മൾ മകരസംക്രാന്തി കത്തിക്കുന്ന സ്ഥലം. കുറവൻമല, ഗൗഡമല. അപ്പം ഗൗണ്ടൻമല എന്ന് വിളിക്കുമ്പോൾ തന്നെ ഗൗണ്ടർ എന്ന് പറയുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു, വലിയ കച്ചവടക്കാർ, കർണാടകക്കാർ. അവരുടെ പ്രധാന കച്ചവട മേഖലയായിരുന്നു ആ സ്ഥലം. അതുകൊണ്ടാണ് അതിനെ ഗൗഡൻ മേഖല എന്ന് വിളിക്കുന്നത്. നാഗമല, നാഗാരാധനക്കാരായ ആളുകൾ താമസിച്ചിരുന്ന, നാഗക്ഷേത്രം ഉണ്ടായിരുന്ന, നാഗക്കാവുണ്ടായിരുന്ന സ്ഥലമായിരുന്നു നാഗമല എന്ന് പറയുന്നത്. സുന്ദരമല മറ്റൊരു മലയാണ്. താഴെ നോക്കിയാൽ നല്ല സസ്യശ്യാമളമായ പ്രകൃതിയാണ്. ഞാൻ പോയ സ്ഥലം കണ്ടു. സുന്ദരമല എന്ന് തന്നെ വിളിക്കുന്നത് സത്യമായ പേരാണ്. ചുറ്റമ്പലമേട്, അതായത് ഒരു മലയുടെ 4 സൈഡിലായിട്ട് 4 ക്ഷേത്രമാണ്. ആ 4 ക്ഷേത്രം ഉള്ളത് കൊണ്ടും ആ ക്ഷേത്രത്തിന് ചുറ്റമ്പലം പണിഞ്ഞിരുന്നതുകൊണ്ടും ആ മലയെ വിളിക്കുന്ന പേരാണ് ചുറ്റമ്പലമേട് എന്ന്. കൽക്കിമല അല്ലെങ്കിൽ കൽഗിമല എന്ന് പറയുന്നു. അപ്പോൾ ദശാവതാര കഥയുമായി ബന്ധപ്പെട്ട കൽക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കൽക്കി എന്ന് പറയുന്നത് നമുക്ക് തോന്നും. പക്ഷേ അവിടെ നല്ല കൃഷ്ണശിലയെ പോലുള്ള ശിലയാണ് അവിടെ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോഴും ആ പാറയ്ക്കും മലയ്ക്കും ഒരു നല്ല ഷേപ്പുണ്ട്. അതുകൊണ്ടാണ് കൽഗിമല എന്ന് വയ്ക്കുന്നത്. അടുത്താണ് മാതംഗമല. പുരാണത്തിലെ മാതംഗ മുനിയുടെ ചരിത്രം കൊണ്ട് കണക്ട് ചെയ്യാൻ സഹായിച്ചു ഈ മാതംഗ മല എന്ന് പറയുന്നു. അപ്പം മാതംഗം എന്ന് പറഞ്ഞാൽ നല്ല പൊങ്ങി നിരപ്പായ ഒരു മലയാണ്. സോ അത് അവരുടെ ആദിവാസി ഭാഷയെ വിളിച്ച പേരാണ് മാതംഗമല. കാണാൻ ഭംഗിയുള്ളൊരു മലയാണ്. തന്നെയല്ല, മലയുടെ അഴിവാരത്തിൽ നിന്ന് നമ്മൾ ശബ്ദം പ്രവർത്തിപ്പിച്ചാൽ ആ ശബ്ദം റിഫ്ലക്റ്റ് മറ്റൊലി കൊണ്ട് തിരിച്ചു വരും. ഞാനവിടെ പോയിട്ട് ഈ മറ്റൊലി ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതാണ് മാതംഗമല. പുരാണത്തിലെ മാതംഗമുനിയോടെ തപസ്സിരുന്നു എന്ന് നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. 8ാമത്തേത് മയിലാടും മല എന്നാണ്. മയിലാടും മല അത് നല്ല രസകരമായൊരു മയിലാണ്. ഈ മയിലെന്ന് പറയുന്ന പക്ഷി ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഒരു 500 മയിലെങ്കിലും കാണും നമ്മളവിടെ പോയി നോക്കുമ്പോൾ. അവിടെ ഈ പാറയുടെ മുകളിൽ കയറി മയിലിങ്ങനെ ഡാൻസ് ചെയ്യും.
അതുകൊണ്ടാണ് അതിനെ മയിലാടും കുന്ന് എന്ന് വിളിച്ചത്. ശ്രദ്ധേയ മയിലാടും കുന്ന്. 9ാമത്തെ ശ്രീപാദമല. കല്ല് ചവിട്ടി കയറി മേളിൽ പോകാൻ പറ്റും. അടുത്തത് ദേവർമല. ദേവന് സമർപ്പിക്കപ്പെട്ട മലയാണ്. അവിടെ പരമശിവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അമ്പലങ്ങളുണ്ട് ആ മലയുടെ മുകളിൽ. അതുകൊണ്ട് ദേവർമല എന്ന് വിളിച്ചു. 11ാമത്തെ നിലയ്ക്കൽ മല. നിലയ്ക്കൽ പണ്ടൊരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു. കച്ചവട കേന്ദ്രം AD 1320 നശിപ്പിക്കപ്പെടുന്നത്. അവിടെ ക്രിസ്ത്യാനികളും ഒക്കെ വലിയൊരു കേന്ദ്രമായി അവിടെ താമസിച്ചിരുന്നു. അതാണ് നിലയ്ക്കൽ. നിലയ്ക്കലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റോപ്പ് ഉള്ളത്. ശബരിമലയ്ക്ക് വന്ന് ഭക്തരെ അവിടെയാണ് സെറ്റിൽ ചെയ്തിട്ട് മേളിലെ സൗകര്യം അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിലയ്ക്കൽ മല. ഇനി 12ാമത് തലപ്പാറ മല. അതായത് ഒരു മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മുകളിൽ ഒറ്റ പാറയായിട്ട് കിടക്കാൻ. അപ്പോൾ മലയുടെ മുകളിൽ പാറയായതുകൊണ്ട് അതിനെ ജനങ്ങൾ വിളിച്ച പേരാണ് തലപ്പാറ മല എന്ന് പറയുന്നത്. 13ാമത്തത് നീലിമല എന്ന് പറയുന്നതാണ്. നീലിമല. ഈ നീലി കാളി ഭഗവതിയുടെ ഒരു പേരാണ്. കാളി ഭഗവതി കറുത്തതാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് കറുത്തിരുന്ന കാളി ഭഗവതിയെ കറമ്പി എന്നും നീലി എന്നും, കൃഷ്ണശിലയുടെ നിലമുള്ളതുകൊണ്ട് നീലി എന്നും വിളിച്ചു. കാളി ഭഗവതിയുടെ വലിയൊരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ആ മലയുടെ മുകളിൽ. ഇപ്പോഴും ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട് അവിടെ, നീലിമല. പക്ഷേ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. ശബരിമലയിൽ പണ്ട് കാളി ഭഗവതിക്ക് സമർപ്പിച്ചിരുന്നു പറയുന്ന വലിയ ചരിത്രമുണ്ട്. നീലിമല. നീലി എന്നുള്ള വാക്ക് പിന്നെ യക്ഷിയാക്കി മാറ്റി. അപ്പം നമ്മൾ കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ യക്ഷിയെ വിളിക്കാൻ തുടങ്ങിയതാണ്. ഇത് കാളി ഭഗവതി കറുത്തതാണെന്നുള്ള സങ്കല്പത്തിലാണ്. ഒറിജിനൽ കാളി ഭഗവതി കറുത്തതല്ല, കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. സർവജ്ഞപീഠം കയറിയ ശേഷം ശങ്കരാചാര്യർ കാളി ഭഗവതി വിളിക്കുന്നത് അങ്ങനെയാണ്: വിശ്വേശ്വരനിൻ കനക കളേബര ദർശനമേ എന്നാണ്. കേരളത്തിലെ പ്രസിദ്ധമായ കാളീക്ഷേത്രങ്ങൾ, മൃദംഗശൈലി ക്ഷേത്രം കണ്ണൂരാണേലോ, പന്തളത്തെ രാജാവിൻ്റെ പ്രസിദ്ധമായ കാളീക്ഷേത്രമാണേലോ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായിട്ടാണ് കാളി ഭഗവതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നീലിമല കാളി ഭഗവതിയെ സമർപ്പിച്ച മലയാണ്. 14ാമത്തത് കരിമല എന്ന് പറയുന്നതാണ്. നല്ല കല്ലുകൾ, നല്ല കറുത്ത കല്ലുകളാണ്. പിന്നെ ഇഷ്ടംപോലെ ആനയുണ്ട്. കരി അല്ലെങ്കിൽ ആന വിരഹിക്കുന്ന സ്ഥലമായിരുന്നു കരിമല. 15ാമത്തെ പുതുശ്ശേരി മല. അവിടെ 1000 കൊല്ലം വലിയ സംസ്കാരമായിരുന്ന സമയത്ത്, അത് 6ാം നൂറ്റാണ്ട് തൊട്ടൊരു 14ാം നൂറ്റാണ്ട് വലിയ ജനവാസ കേന്ദ്രമായിരുന്ന സമയത്ത് അവരൊരു പുതിയ പട്ടണം ഉണ്ടാക്കി. പുതുതായിട്ടുണ്ടാക്കിയ പട്ടണമായതുകൊണ്ട് ചേരി എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം താമസിക്കുന്ന കോളനി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സങ്കല്പമാണ്. അങ്ങനെയാണ് പുതുശ്ശേരി മല എന്നതിന് പേര് വരുന്നത്. പിന്നെ 16ാമത്തെ കാളകെട്ടി മല. അന്ന് ഈ വലിയ ചന്ത ഉണ്ടായിരുന്നു അവിടെ. ആ ചന്തയിൽ കേരളത്തിലെ സമതലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ വരും. അന്ന് ഈ കാള വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അതവിടെ ഇറക്കി വിറ്റ ശേഷം പുതിയ സാധനങ്ങൾ വാങ്ങിച്ച ശേഷം അവർ വീണ്ടും കാളവണ്ടി കയറ്റി കൊണ്ടുപോകും. അപ്പോൾ ഈ കാള വണ്ടികൾ വന്നാൽ ആ കാളയെ കെട്ടിയിടുന്ന സ്ഥലമായിരുന്നു കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലം. കാളവണ്ടി കെട്ടിയിടുന്ന സ്ഥലം കാളകെട്ടി. അടുത്ത 7ാമത്തത് ഇഞ്ചിപ്പാറ മല. നല്ലപോലെ ഇഞ്ചി വളർത്തിയിരുന്നു അവിടെ. തന്നെയല്ല, ഇഞ്ച എന്ന് പറഞ്ഞാൽ ഭഗവതി എന്നാണ് അർത്ഥം. അപ്പോൾ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇഞ്ചി മാത്രമല്ല, ഭഗവതിയെ ആരാധിക്കുന്ന സ്ഥലം എന്ന് പറയും. ഇഞ്ചക്കൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ സ്ഥലം, ഇഞ്ചക്കാട് എന്നാണ്. കൊട്ടാരക്കരയിൽ ഇഞ്ചക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവതി ക്ഷേത്രമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇഞ്ചക്കാടെന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവതിയുടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട് അവിടെ. കാളി ഭഗവതി പ്രസിദ്ധ ക്ഷേത്രമാണ്. അതുകൊണ്ട് കാളി ഭഗവതി ക്ഷേത്രം ഉള്ളതുകൊണ്ട് ആ സ്ഥലത്തിനെ ഇഞ്ചിപ്പാറ മല എന്ന് വിളിച്ചു. പിന്നെ 18ാമതായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ശബരിമല എന്ന് പറയുന്നു. ഇതിലെ ഒരു മലയെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. ഒഫീഷ്യലി അങ്ങനെയല്ല വിളിക്കുന്നതെങ്കിലും അവിടെ അവർ വിളിച്ചുകൊണ്ടിരുന്ന പേര് ശിവഗിരി എന്നാണ്. വർക്കല ശിവഗിരിയെ പോലെ മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നടന്നു പോകാൻ പറ്റത്തില്ല, ഭയങ്കര വനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശിവഗിരി, പരമശിവൻ്റെ പേരിലൊരു ശിവഗിരിയും അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായി ശബരിമലയെ പറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഈ 18 മലകളാണ്. ആ 18 മലകൾ 18
ആദിവാസി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവിടെ താമസിക്കുന്നു. ചരിത്രപരമായിട്ടുള്ള ഗോത്രങ്ങളാണ്. ഇനി ഇവിടെ വലിയ ജനവാസ കേന്ദ്രം ആയിരുന്നപ്പോൾ അവർക്ക് വളരെ കൃത്യമായി ഒരു കോട്ടകൾ പണിഞ്ഞിരുന്നു. ആ കോട്ടയ്ക്കകത്താണ് രാജാവോ അല്ലെങ്കിൽ രാജകുടുംബമൊക്കെ താമസിക്കുന്നത്. ആയുധങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും അവിടെയാണ്. അങ്ങനെ 6-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു 14-ാം നൂറ്റാണ്ട് ഒരു വലിയ ജനവാസ കേന്ദ്രവും രാജാക്കന്മാരുടെ താമസസ്ഥലവും കച്ചവട കേന്ദ്രവുമായിരുന്ന കാലത്ത് അവിടെ പണിഞ്ഞ പ്രസിദ്ധമായ കോട്ടകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ അയ്യപ്പ ഭഗവാനും അന്നത്തെ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധവും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശബരിമല എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം വെറും കാടും ആദിവാസികൾ മാത്രമുള്ള സ്ഥലമാണെന്നാണ്. അങ്ങനെയല്ല, പ്രസിദ്ധമായ കോട്ടകളുള്ള ഒരു സ്ഥലമായിരുന്നു. ഏതൊക്കെയാണ് ഈ കോട്ടകൾ? ഒന്ന് കോട്ടപ്പടി എന്നുള്ള സ്ഥലമാണ്. അവിടുത്തെ പ്രസിദ്ധമായ കോട്ട ഉണ്ടായിരുന്ന സ്ഥലം. ആ കോട്ടയിലോട്ട് കയറി പോകണമെങ്കിൽ താഴെ നിന്നൊരു 12 സ്റ്റെപ്പ് കയറി പോകണമായിരുന്നു. ഇപ്പോഴും ആ സ്റ്റെപ്പ് അവിടെ കാണാൻ പറ്റും. അതാണ് കോട്ടപ്പടി എന്ന് പറയുന്ന കോട്ട. രണ്ടാമത്തത് പേതൂർ തോട് കോട്ട എന്നാണ്. അതൊരു ആറ്റിക്കൊണ്ടൊരു വള്ളം വന്നാൽ അവിടുന്ന് കടം ഇറങ്ങി കയറിപ്പോകുന്ന കോട്ടയിലോട്ടാണ്. അതുകൊണ്ടാണ് പേതൂർ തോട് കോട്ട എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാളകെട്ടി കോട്ടയാണ്. ഈ കാളകെട്ടി എന്ന സ്ഥലം വലിയ കച്ചവട കേന്ദ്രമായിരുന്നു. അവിടെ ഈ കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവരികയും കാളയോടെ കെട്ടിയിട്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പുതിയ സാധനം മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. ഈ കച്ചവടത്തെ നിയന്ത്രിക്കുന്നത് ഒരു പട്ടാളത്തിൻ്റെ സഹായത്തോടൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോട്ടയാണ് കാളകെട്ടിയിലെ കോട്ട എന്ന് പറയുന്നത്. നാലാമത്തത് അഴുതാ നദി. ഈ അഴുതാ നദി എന്ന് പറയുന്നത് പമ്പയുടെ ഒരു ബ്രാഞ്ചാണ്. ആ നദിയിലൂടെ കച്ചവടക്കാർ വരും, ബാക്കി ട്രാൻസ്പോർട്ടൊക്കെ നടക്കും. ഇതിനെ കൺട്രോൾ ചെയ്തിരുന്നത് അഴുതാ നദിയുടെ കരയ്ക്കുണ്ടായിരുന്ന കോട്ടയാണ്. ഇപ്പോഴും ആ കോട്ട നശിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഇത് കാണാൻ പറ്റും. അഞ്ചാമത്തത് കല്ലിട്ടാങ് കുന്നിലെ കോട്ടയാണ്. മലയുടെ മുകളിൽ നിന്ന് ഇപ്പോഴും നമ്മൾ പോയി കല്ല് താപ്പൊട്ടിട്ടാൽ അത് പോയി വീഴുന്നതും ഒക്കെ നല്ല രസകരമായിട്ട് കേൾക്കാൻ പറ്റും. അവിടെയാണ് ഈ ഉദയനെ കൊന്ന ശേഷം അദ്ദേഹത്തിന് ആയുധങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് മലയുടെ മുകളിൽ നിന്ന് താപ്പോട്ടങ്ങ് ഇടുകയായിരുന്നു. ദുഷ്ടൻ്റെ ആയുധങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഒരു കോട്ടയുണ്ട്. ആറാമത്തെ കോട്ട ഇഞ്ചിപ്പാറ കോട്ടയാണ്. കാളിഭഗവതിയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോട്ട പണിഞ്ഞിട്ടുണ്ട്. അത് ഇഞ്ചിപ്പാറ കോട്ട എന്നാണ്. കംപ്ലീറ്റ് സ്റ്റോൺ മാസണറി വെച്ചിട്ടുള്ള കോട്ടയായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും. ഏഴാമത്തെ കോട്ട എന്ന് പറഞ്ഞാൽ കരിമലത്തോട് കോട്ടയാണ്. ആ തോടിൻ്റെ കരയ്ക്കുള്ള കച്ചവടങ്ങൾ മാനേജ് ചെയ്തിരുന്ന കരിമലത്തോട് കോട്ട. എട്ടാമത്തെ കോട്ടയാണ് പമ്പാ തീർത്ഥത്തിലെ കോട്ട. ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് പ്രസിദ്ധമായ പാട്ടിൽ പമ്പാ ഗണപതി എന്ന് പാടുന്നത്. അത് ഈ ഗണപതി ക്ഷേത്രം ഈ സ്ഥലം. അവിടെ ഒരു കോട്ടയാണ്. അവിടെ ഒമ്പതാമത്തെ കോട്ട നീലിമല കോട്ടയാണ്. ശബരിമലയോട്ട് കയറി പോകുമ്പം അവിടെ ഉണ്ടായിരുന്ന കോട്ടയും ഒരു മാളികയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പത്താമത്തത് അപ്പാച്ചിമേട് കോട്ട. ഒരു മലയുടെ മുകളിലാണ്. ഈ അപ്പാച്ചി മല കയറി പോകുമ്പോഴാണ് അവിടെ ഒരു പരമശിവൻ്റെ ക്ഷേത്രമുണ്ട്. പരമശിവനെ അപ്പ എന്നാണ് വിളിക്കുന്നത്, ഫാദർ ഫിഗറാണ്. അവിടെ മേളിലാണ് അപ്പാച്ചിമേട് കോട്ട എന്ന് പറയുന്നത്. 11ാമത്തെ ശബരിപീഠം. ശബരിപീഠത്തിൽ ഒരു കോട്ടയുണ്ട്. അത് പുല്ലുമേട്ടിലോട്ട് കയറിപ്പോകുന്ന വഴിക്കാണത്. പിന്നെ 12ാമത്തെ ശരംകുത്തി. ഈ കരിമല കയറി ഇറങ്ങി ശരംകുത്തിയിലെത്തി ശരം അവിടെ അമ്പ് കുത്തി വെച്ചിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. ആ ശരംകുത്തിയിൽ അവിടെ ഒരു കോട്ടയുണ്ട്. പിന്നെ 13ാമത്തത് കുംഭദള തീർത്ഥക്കോട്ട. കുംഭദളം എങ്ങനെ ഉണ്ടായെന്ന് പുരാണത്തിലൊരു കഥ പറയുന്നുണ്ട്. അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. അവിടെ നിന്നാണ് പിന്നെ കുമ്പളം പൊയ്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ആളുകൾ മാറി താമസിച്ചത്. ആ കുംഭദള തീർത്ഥത്തിലെ കോട്ട. 14ാമത്തെ കോട്ട ഉരുക്കുഴി തീർത്ഥം എന്ന് പറയും. ആയുധം ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ചൂടാക്കി പഴുപ്പിച്ചിട്ട് അവിടെ നിന്നാണ് ആയുധം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുക്ക് ഇങ്ങനെ ഉരുക്കി ഒഴിച്ചിട്ട് ആയുധം ഉണ്ടാക്കുന്ന അതിനെ ഉരുക്കുഴി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക്. അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. അതാണ് ഉരുക്കുഴി തീർത്ഥത്തിലെ കോട്ട എന്ന് പറയുന്നത്.
അങ്ങനെ 14 കോട്ടകളായിരുന്നു. അപ്പോൾ ശബരിമല എന്ന് കേൾക്കുമ്പം അത് നിലയ്ക്കൽ നിന്ന് പോയി പമ്പാതീർത്ഥത്തിലിറങ്ങി മല കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നൊരു ക്ഷേത്രം മാത്രമാണ് ധരിച്ചുകളയത്. ഒരു 6500 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പ്രസിദ്ധമായ 100ഓളം പട്ടണങ്ങളും അവിടുത്തെ ജനവാസങ്ങൾ താമസിച്ചിരുന്ന വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ആ പ്രദേശം. 1000 വർഷം വളരെ പ്രസിദ്ധമായ പട്ടണങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നൊരു സ്ഥലം 14-ാം നൂറ്റാണ്ടിന് ശേഷം, മഹായുദ്ധങ്ങൾക്ക് ശേഷം നശിപ്പിക്കപ്പെട്ട് കാടായി മാറിയതാണ്. അങ്ങനെ ഒരു 4-5 നൂറ്റാണ്ട് കാടായി കടന്ന ശേഷമാണ് വീണ്ടും അത് വലിയ പ്രശസ്തിയുള്ള ശബരിമല കേന്ദ്രമായി മാറുന്നത്. ഈ വലിയ സ്ഥലത്താണ് 18 കുന്നുകൾ. ആ 18 കുന്നുകളുടെ പൊസിഷൻ തന്നെ നമ്മൾ പഠിക്കണം. വിശാലമായ ഒരു ഏരിയ. അത് കഴിഞ്ഞ് അവിടെ 18 ഗോത്രങ്ങൾ. ആ 18 ഗോത്രങ്ങളെന്ന് പറയുന്നത് കുറച്ച് നീഗ്രിറ്റോഡ് ഗോത്രങ്ങളാണ്, കുറച്ച് പേര് ഓസ്ട്രിക് അല്ലെങ്കിൽ പ്രോട്ടോസ്ലോയിഡ് ഗോത്രങ്ങളാണ്, ചിലത് ദ്രവീഡിയൻ ഗോത്രങ്ങളാണ്, ചിലത് മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് എത്തിയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഗോത്രങ്ങളാണ്, മറ്റ് ചിലത് തമിഴ്നാട്ടിൽ നിന്ന് യുദ്ധങ്ങൾക്ക് ശേഷം കുടിയേറി വന്ന ജനതകളാണ്. 14,000 കൊല്ലത്തെ വലിയ ചരിത്രം പറയുന്ന വലിയൊരു ജനവിഭാഗം. മെഡിറ്ററേനിയൻ തീരം തൊട്ട് ഓസ്ട്രിയയുടെ അവിടം തൊട്ട് ഗംഗാനദി തീരം മുതൽ അങ്ങ് ഓസ്ട്രേലിയ വരെ കിടക്കുന്ന വലിയൊരു ജനതയുടെ അംശങ്ങൾ ഓരോന്നായി ഓരോ യുദ്ധങ്ങൾ തോറ്റ് ഓരോ സംസ്കാരങ്ങൾ തകരുമ്പോൾ കുടിയേറി പാർത്ത് അവിടെ വന്ന ജനവിഭാഗങ്ങളാണ്, ചരിത്രപരമായ ജനവിഭാഗങ്ങളാണ്. അവരവിടെ 14 കോട്ടകൾ പണിഞ്ഞ് ആ 14 കോട്ടകളുടെ ഭാഗമായി 14 ദൈവസങ്കല്പങ്ങൾ, ചില സ്ഥലത്ത് മഹാദേവനാണ്, ചില സ്ഥലത്ത് കാളി ഭഗവതിയാണ്, ചില സ്ഥലത്ത് സംഘകാലഘട്ടത്തിലെ കൊറ്ററിവയാണ്. ഇങ്ങനെ പല പല സങ്കല്പങ്ങളിൽ ഈശ്വര സങ്കല്പങ്ങളെ പ്രതിഷ്ഠിച്ച് 14 കോട്ടകൾ. അങ്ങനെ ശബരിമല, റാന്നി, മൂഴിയാർ, വടശ്ശേരിക്കര, തേക്കടി തൊട്ട് അങ്ങ് മധുര, തിരുനെല്ലിവേലി വരെ പരന്നു കിടന്ന ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശബരിമലയെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒറ്റപ്പെട്ട സ്ഥലമായോ ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രമായോ അത് മനസ്സിലാക്കാൻ പാടില്ല. ഈ സ്ഥലത്താണ് വളരെ ശ്രദ്ധേയമായി ആദ്യത്തെ ചരിത്ര ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് BC 500-ാം ആണ്ടിനടുത്ത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിന് ചുറ്റുള്ള പ്രദേശങ്ങളിലും വലിയൊരു സംസ്കാരം ഉദയം ചെയ്തു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി ശബരിമലയിലെ ആദ്യത്തെ ക്ഷേത്രം പണിക്കപ്പെടുകയാണ്. അതിന് ക്ഷേത്രം ഒന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാവ് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ക്ഷേത്രങ്ങൾക്ക് 4 ലെവലിലാണ് ക്ഷേത്രമാവുന്നത്. ആദ്യം ഉണ്ടാകുന്നൊരു കാവാണ്. കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ മഹാക്ഷേത്രമായി പണിക്കപ്പെടുകയാണ്. കാവെന്ന് പറഞ്ഞാൽ ഒരു ഈശ്വര പ്രതിഷ്ഠ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെക്കുന്നു. എന്നിട്ട് വൃക്ഷത്തിനോ ആ കാലാവസ്ഥയ്ക്കോ ഒരു പ്രശ്നമോ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് കാവാവുകയാണ്. കാവ് പിന്നെ കോവിലാവുകയാണ്. ഈശ്വര സങ്കല്പത്തിന് മേളിൽ നിന്ന് മഴ പെയ്യാതെ വെയിലടിക്കാതെ ഒരു മേൽക്കൂര ഉണ്ടാക്കി ചുറ്റും ഒരു മതിൽ പണിയുമ്പോൾ അത് കോവിലാവും. കോവിൽ പിന്നെ അമ്പലമായി. ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ സങ്കല്പിച്ച് ഒരു വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആ വീടിന് ചുറ്റും മതിലൊക്കെ പണിഞ്ഞ് അതിനെ ആരാധനയുടെ ഒരു അമ്പലമായി മാറ്റുകയാണ്. അടുത്ത സംഭവത്തിൽ അത് ക്ഷേത്രമായി മാറുകയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാക്ഷേത്രങ്ങളുണ്ടാകുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രമോ കാശി വിശ്വനാഥ ക്ഷേത്രമോ മധുര നമ്മുടെ തഞ്ചാവൂരിൽ ബഹദൂർ ക്ഷേത്രം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളുണ്ടായി. ഒരു AD 500-ാം ആണ്ടോടുകൂടിയാണ് ആ ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത്. അങ്ങനെ ആദ്യം 2500 കൊല്ലത്തിന് മുമ്പ് ഒരു കാവ് പോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയിലെ ആ ക്ഷേത്ര സങ്കല്പം, ആരാധനാ സങ്കല്പം. ഈ സമയത്താണ് 1-ാം ചേര സാമ്രാജ്യം ഉണ്ടാകുന്നത്. 1-ാം ചേര സാമ്രാജ്യം വളരെ വിശാലമായ ചരിത്രം അനാവരണം ചെയ്യുന്ന ഒന്നാണ്. ഈ സമയത്ത് ചേരന്മാരുടെ വിശ്വാസ സംഹിത വരികയാണ്. ചേരന്മാരുടെ 1-ാം തലസ്ഥാനം കരൂറായിരുന്നു. കരൂർ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ നിന്ന് ചേരന്മാർ 2-ാം തലസ്ഥാനം ഉണ്ടാക്കി. 2-ാം തലസ്ഥാനം കുഴുമൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുഴുമൂർ ഇന്ന് നമ്മൾ ആ സ്ഥലത്തെ വിളിക്കുന്നത് കുമളി എന്നാണ്. കുമളി. അതിൻ്റെ മുകളിലാണ് പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം. കണ്ണകി മധുരയിൽ നിന്ന് ഓടി വന്നിട്ട് കുഴുമൂറിൽ വന്ന് തിരിഞ്ഞു നോക്കി. അവിടുന്ന് പിന്നെയും കണ്ണകി പോയിട്ട് കൊടുങ്ങല്ലൂർ അമ്മയായി മാറുകയാണ്.
ഈ പ്രസിദ്ധമായ യാത്രയിലെ പ്രസിദ്ധ കേന്ദ്രമാണ് കുഴുമൂർ, കുമളി അല്ലെങ്കിൽ തേക്കടി. അത് 2ാം തലസ്ഥാനമാണ്. അവിടുന്ന് ചേര സാമ്രാജ്യം 3ാം തലസ്ഥാനം ഉണ്ടാക്കി. ആ 3ാം തലസ്ഥാനം കുട്ടനാടാണ്. കുട്ടനാട്ടിൽ നിന്നാണ് ചേര സാമ്രാജ്യം 4ാം തലസ്ഥാനം. അതാണ് കൊടുങ്ങല്ലൂരിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ 4 തലസ്ഥാനങ്ങളുണ്ട്. ഇതിൽ 2 തലസ്ഥാനങ്ങൾ, അതായത് കരൂർ, കുഴുമൂർ, ഇതിൻ്റെ കാച്ച്മെൻ്റ് ഏറിയ വരുന്നത് ശബരിമലയുടെ ചുറ്റുമാണ്. ഈ സമയത്താണ് ശബരിമലയുടെ പ്രസിദ്ധമായ 1ാം ചരിത്ര ഭാഗം വരുന്നത്. ഈ ചരിത്രഭാഗം വരുന്ന സമയത്ത് ശ്രദ്ധേയമായി അവിടെ ആരാധനാഭാവങ്ങളുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സംഘകാലത്തിലെ പ്രസിദ്ധമായ ദേവത കൊറ്റരവൈ എന്ന് പറയുന്ന ദേവത. ആ ദേവത അവിടുത്തെ പ്രധാന ആരാധനാ ഭാഗമായിരുന്നു. ആ ദേവതയാണ് മളയപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഡിസ്റ്റൻറ്റ് കണക്ഷനേ ഉള്ളൂ. അങ്ങനെ കൊറ്റരവയുടെ ക്ഷേത്രം ഉണ്ടായി. ഇത് കേരളത്തിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊല്ലത്ത് തന്നെ കൊട്ടിയം എന്ന സ്ഥലമുണ്ട്. അവിടെ കൊറ്റരവയുടെ ഇതായിരുന്നു. തിരുവനന്തപുരത്തിനടുത്ത് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട്. ആ ദേവീ സങ്കല്പം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആദിമ ചേര സാമ്രാജ്യത്തിലെ ആരാധനാ സമ്പ്രദായങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ കാലഘട്ടം വളരെ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ 1ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഈ ജനവാസ കേന്ദ്രമായി ഇത് മാറിയിരുന്നു. അന്ന് മഹാദേവ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, പരമശിവൻ്റെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊറ്റരവയുടെ ദേവീക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേന്ദ്രമായി അത് നടന്നിരുന്നു. ആദിവാസികളുടെ ദൈവസങ്കല്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം ഒരു AD 300-ാം ആണ്ട് വരെ തുടർന്നിരുന്നു. അതായത് ആദ്യത്തെ 800 വർഷങ്ങൾ. ഓരോ മലയുടെയും മുകളിൽ ദൈവസങ്കല്പങ്ങളുണ്ട്. ഓരോ മലയുടെയും മുകളിൽ അന്നുണ്ടായിരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇത് വിശദമായി പഠിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഭംഗിയായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കണം. ആ 1ാം കാലഘട്ടം കഴിയുമ്പോഴാണ് 2ാം കാലഘട്ടം. ആ കാലഘട്ടമാണ് ജൈനമത ബുദ്ധമത കേന്ദ്രമായി മാറിയ കാലഘട്ടം. ഈ സമയത്ത് കളബ്രർ, കാലഭൈരവർ എന്ന് പറയുന്ന ജനവിഭാഗം അവിടെ വന്നു. ഈ കാലഭൈരവർ ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. അതിലെ ഇത് ചരിത്രരേഖകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു, അവരെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പലപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ കേരള ചരിത്രം വിശാലമായിട്ട് കേരള ഗസറ്റേഴ്സ് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ വോളിയം 2-ൽ കളബ്രർ ഇൻ്ററജ്ഞം എന്ന് പറഞ്ഞൊരു അധ്യായം ചേർത്തിട്ടുണ്ട്. അടൂർ രാമചന്ദ്രൻ നായർ എഡിറ്ററായിരുന്ന കാലത്ത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കളബ്രർ ആരായിരുന്നു എന്ന്. അപ്പോൾ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ 11,000 പേജുകളിലായി എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി കളബ്രറുടെ പീരീഡ് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ആളുകൾ പറയുന്നു ഇവർ കർണാടകത്തിൽ വന്ന ശേഷം കർണാടകത്തിൽ നിന്ന് കേരളത്തിലോട്ട് വന്നു എന്നുള്ളതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ BC 300-ാം ആണ്ടിൽ രാജ്യമൊക്കെ മകൻ കൊടുത്തിട്ട് കർണാടകത്തിൽ വന്നിട്ട് ചന്ദ്രഗിരിയിൽ വന്ന് താമസിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ വന്ന് താമസിച്ചുകൊണ്ടാണ് ചന്ദ്രഗിരി എന്ന് പേര് വിളിച്ചതെന്നും ഒക്കെ പറയുന്നു. ഇപ്പോൾ നമ്മൾ ശ്രാവണ ബെലോഗള എന്ന സ്ഥലത്തിനെ വിളിക്കുന്നത്. വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, ജൈനമതത്തിൻ്റെ സ്റ്റാച്ചു. അദ്ദേഹം ഒരു ജൈനമത വിശ്വാസിയായിട്ടാണ് അവിടെ വന്ന് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാർ കളപ്പാപ്പു ഹിൽസിൻ്റെ അവിടെ നിന്ന് നേരെ കാസർഗോഡ് വഴി കേരളത്തിലേക്ക് തള്ളിക്കയറി. അതുകൊണ്ട് അവരെ കളബ്രർ, കാലഭൈരവർ എന്ന് വിളിച്ചു ഒരു ചരിത്രം. എന്നാൽ തമിഴ് ചരിത്രകാരന്മാർ പറയുന്നത് തമിഴ്നാട്ടിലെ കലവർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ വന്നിരിക്കുന്നത്. അവർ ഒറിജിനലി തഞ്ചാവൂരിൻ്റെയും തിരുനെൽവേലിയുടെ ആ ബെൽറ്റിൽ നിന്നാണ് വന്നതെന്ന് ഒരഭിപ്രായം. പക്ഷേ എന്തായാലും കൊള്ളാം, അവർ കേരളത്തിൽ വന്ന് ഒരു 6 ജില്ല അവർ പിടിച്ചെടുത്തു. അവർ റഫ്ലി പാലക്കാട്, ഇടുക്കി, തൃശ്ശൂരിൻ്റെ കുറേ ഭാഗം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ഇത്രയും ജില്ലയാണ് അവർ പിടിച്ചെടുത്ത് അവർ രാജവംശം ഉണ്ടാക്കി.
ആ രാജവംശത്തിൻ്റെ ഭാഗമായി അവരാദ്യത്തെ ഒരു 2-3 തലമുറ ജൈനന്മാരായിരുന്നു. അവർ ജൈനമതമായിരുന്ന സമയത്ത് ശബരിമലയിൽ ഒരു ജൈന ക്ഷേത്രം ഉണ്ടാക്കി. ആ ജൈന ക്ഷേത്രത്തിൻ്റെ ഭാഗമായി കുറേയേറെ ജൈന സങ്കല്പങ്ങൾ ശബരിമലയുടെ ചുറ്റുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായി. ജൈനൻ്റെ പ്രതിഷ്ഠ ആയതുകൊണ്ട് ജൈന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവീ സങ്കല്പമുണ്ട്. ആ ദേവീ സങ്കല്പവും അവിടെ ഉണ്ടായി. പലപ്പോഴും ആ തീർത്ഥങ്കരന്മാരുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ശബരിമലയിൽ പല സ്ഥലത്തിനും തീർത്ഥം എന്ന് വിളിക്കുന്നതെന്നും പറയുന്നൊരു അഭിപ്രായക്കാരുണ്ട്. ഏകാതിരതിയിൽ തീർത്ഥമുണ്ട്, അത് വ്യത്യസ്തമായൊരു കാലഘട്ടം. പക്ഷേ ഒരു 3 തലമുറ കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധമതത്തിലേക്ക് മാറി. ബുദ്ധമതത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അവർ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കാൻ തുടങ്ങി. എന്നിട്ട് പല ഒറിജിനൽ ഒന്നാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്തെ ക്ഷേത്രങ്ങളൊക്കെ ബുദ്ധമത ക്ഷേത്രങ്ങളാക്കി മാറ്റി. അക്കൂട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാവിനെ അവരൊരു ബുദ്ധമത വിശ്വാസത്തിലുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റി. അപ്പോൾ ബുദ്ധന് സംസ്കൃത ഭാഷയിൽ അമരകോശം എഴുതിയ അമരകോശം, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ രാജസദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അമരസിംഹൻ. അദ്ദേഹത്തിന് അമരകോശത്തിൽ ബുദ്ധഭഗവാനിട്ട പേരാണ് ശാസ്ത എന്ന് പറയുന്ന പേര്. അങ്ങനെ ശാസ്താ സങ്കല്പത്തിൽ ശബരിമലയിൽ ക്ഷേത്രം ഒരു പഗോഡ ഉണ്ടാക്കി. പഗോഡ ശബരിമലയിൽ ഒരു പ്രദേശത്തിന് ഇപ്പോഴും പേര് പഗോഡ എന്നാണ്. ആ പേര് പണ്ട് വരികയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജനവിഭാഗത്തിൻ്റെ പേരിൻ്റെ ഭാഗത്ത് കൂടെയും ഈ പഗോഡ ഉൾപ്പെട്ട പേര് വരുന്നുണ്ട് ഒരു ജനവിഭാഗത്തിന്. അപ്പോൾ ഈ ശാസ്ത എന്ന് പറയുന്ന ബുദ്ധൻ്റെ പര്യായപദം പിന്നീട് മലയാളത്തിൽ ശാസ്താവ് എന്നായി. കുറച്ച് കഴിഞ്ഞ് ശാസ്തൻ എന്നായി. ശാസ്തൻ. അങ്ങനെയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളും ശാസ്താംകോട്ട തുടങ്ങിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ബുദ്ധമത കേന്ദ്രങ്ങളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ മലയാളത്തിൽ ഈ ശാസ്തൻ എന്ന് പറയുന്ന വാക്ക് ചാത്തൻ എന്നാക്കി മാറ്റിക്കളഞ്ഞു. ചാത്തൻ. 19-20 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ വേദപുസ്തകത്തിലെ സാത്താനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞുണ്ടാക്കി. അതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ്. അപ്പോൾ ശാസ്ത എന്നുള്ളത് ശാസ്താവായി, ശാസ്താവ് പിന്നെ ശാസ്തനായി, ശാസ്തൻ പിന്നെ ചാത്തനായി. ചാത്തൻ. അങ്ങനെയാണ് ചാത്തന്നൂർ ഉൾപ്പെട്ടുള്ള പ്രദേശങ്ങൾക്ക് കിട്ടിയത്. ബുദ്ധമതം അടിച്ചമർത്തിയപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ ആരാധനാ വിശ്വാസമായിരുന്ന ചാത്തൻ അതൊരു ദുർദേവനാക്കി മാറ്റിക്കളഞ്ഞു. ദുർദേവൻ, അതായത് ഒരു പിശാച ബാധിത പോലുള്ളൊരു ഭാവമാക്കി ഈ ചാത്തനെ മാറ്റിക്കളഞ്ഞു. ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദത്തിൻ്റെ പരിവാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഈ ബുദ്ധഭഗവാന്റെ ആരാധനാഭാവം, ആ ഭാവത്തിൽ ബുദ്ധമതക്കാരൊക്കെ തല മുണ്ടനം ചെയ്യും. തലമുടിയെല്ലാം വെട്ടി ഷേവ് ചെയ്യും. അങ്ങനെ തല മുണ്ടനം ചെയ്ത ആളുകൾ, ബുദ്ധമത സന്യാസികൾ താമസിക്കുന്ന സ്ഥലം, അതിനെ മുണ്ടൻ ചേർത്ത് വിളിക്കാൻ തുടങ്ങി. മുണ്ടപ്പള്ളി. ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ തല മുണ്ടനം ചെയ്ത ബുദ്ധമത സന്യാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. കൊല്ലം പട്ടണത്തിൽ മുണ്ടക്കൽ, തല മുണ്ടനം ചെയ്ത ബുദ്ധമത സന്യാസികൾ താമസിച്ച സ്ഥലമായിരുന്നു മുണ്ടക്കൽ. അങ്ങനെ തല മുണ്ടനം ചെയ്ത ബുദ്ധമത സന്യാസികൾ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, മുണ്ടക്കൽ, മുണ്ടപ്പള്ളി, മുണ്ടക്കയം, ഇങ്ങനെയൊക്കെ സന്യാസിമാരവിടെ ആറ്റിലിറങ്ങി കുളിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ മുണ്ടന്മാരിറങ്ങി കുളിക്കുന്ന കയം, മുണ്ടക്കയം എന്ന് വിളിച്ചു. കുറച്ച് കഴിഞ്ഞ് ഈ ബുദ്ധ എന്ന വാക്ക് മലയാളത്തിൽ ബുദ്ധനെ ആക്ഷേപിക്കാൻ വേണ്ടി ഭൂത എന്നാക്കി. അതിനെ പോത എന്നാക്കി. അതാണ് പോത സംസ്കാരം എന്ന് വിളിക്കുന്ന ഒരു 3-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലെ പല പുസ്തകങ്ങളിലും കേരളത്തിലെ പോത സംസ്കാരം പറയും. ബുദ്ധൻ്റെ സംസ്കാരമാണ് പോത സംസ്കാരമാക്കി മാറ്റിയത്. കുറച്ച് കഴിഞ്ഞ് ബുദ്ധനെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ പോത എന്നുള്ള വാക്ക് പോത്തൻ എന്നാക്കി. പോത്തെന്ന് പറഞ്ഞാൽ തീരെ ബുദ്ധിയില്ലാത്തൊരു മൃഗമാണെന്നാണ് സങ്കല്പം. നീ പോടാ പോത്തെന്ന് പറഞ്ഞാൽ തല വിവരമില്ലാത്തതെന്ന് വിളിക്കുന്ന പോലെയാണ് പോത്ത്. അറിവിൻ്റെ സാഗരമായിരുന്ന ബുദ്ധഭഗവാനെ പോത്താക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ആ വാക്ക് വെച്ച് ഒരുപാട് സ്ഥലപ്പേരുണ്ടായി. ഞങ്ങളുടെ ഒരു ബിഷപ്പിൻ്റെ പേര് പോത്തനാമ്പുഴി എന്നാണ്. പോത്തങ്കോട്, തിരുവനന്തപുരത്തെ ബുദ്ധങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം, ബുദ്ധമത ക്ഷേത്രം എന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ പോത്തങ്കോട്, അവിടെ ഒരു സന്യാസാശ്രമമൊക്കെ ഉണ്ട്. പോത്തങ്കോട് ആയുർവേദ ചികിത്സ നടക്കുന്ന സ്ഥലമാണ് ഈ പോത്തങ്കോട് എന്ന സ്ഥലം. അത് ബുദ്ധങ്കോടായിരുന്നു. ബുദ്ധഭഗവാന്റെ ആരാധനയ്ക്ക് ഇതിനുള്ള സ്ഥലമായിരുന്നു. മലയാള സിനിമയിലെ പ്രസിദ്ധരായ സിനിമ ആക്ടറും സിനിമ ഡയറക്ടറും ഉണ്ടായിരുന്നു, ഹരി പോത്തൻ
പ്രതാപ പോത്തൻ ബുദ്ധമത കേന്ദ്രമായിരുന്ന ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനിയായ ഒരു കുടുംബത്തിന് പോത്തൻ എന്ന് പേര് വരുന്നത്. പോത്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്. ബുദ്ധ എന്നുള്ള വാക്ക് ഭൂത എന്നാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഭൂതവിലാസം എന്ന് പറഞ്ഞാൽ പണ്ട് ബുദ്ധഭഗവാന്റെ ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ് ഈ ഭൂതവിലാസം. അപ്പം ഭൂതത്തെ പറ്റിയുള്ള കഥ പഠിപ്പിക്കാൻ തുടങ്ങി. ഭൂതം എന്ന് പറയുന്ന അവസാനം ഗോസ്റ്റാക്കി മാറ്റി, ദുരാത്മാവാക്കി മാറ്റി. ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ ഈ ആദിവാസികളുടെ ആരാധനാമൂർത്തികളൊക്കെ രൂപാന്തരം മാറ്റിക്കളഞ്ഞു. ഉദാഹരണത്തിന് ഈ ഈഴവരുൾപ്പെടെയുള്ള മറ്റ് ജാതിക്കാർക്ക് ആര്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവരെ മാടനെ ആരാധിച്ചോളാൻ പറഞ്ഞു. ആരാണ് ഈ മാടൻ? മാടൻ എന്ന് പറഞ്ഞാൽ മഠം സ്ഥാപിച്ച് ബുദ്ധമതക്കാർ താമസിക്കുന്ന സ്ഥലം. അവിടെയുള്ള ആളുകളെ വിളിച്ച പേരാണ് മഠൻ എന്ന്. മഠൻ എന്ന് പറഞ്ഞാൽ മഠത്തിൽ താമസിക്കുന്ന ബുദ്ധഭഗവാന്റെ അനുയായികളെയാണ്. അത് മാടൻ എന്നാക്കി മാറ്റി. എന്താ പറ്റി?